പാലക്കാട് വടക്കഞ്ചേരിയിൽ പെട്രോൾ പമ്പിൽ മോഷണം നടത്തിയ പ്രതികൾ പിടിയിൽ. പരപ്പനങ്ങാടി സ്വദേശികളായ റസൽ, ആഷിഖ് എന്നിവരാണ് കോഴിക്കോട് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് വടക്കഞ്ചേരിയിലെ പെട്രോൾ പമ്പിൽ നിന്നും പണമടങ്ങിയ ബാഗ് ഈ സംഘം കവർന്നത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഇവർ ഈ മോഷ്ടിച്ച ബൈക്കിലാണ് ഈ പ്രതികൾ മോഷണം നടത്താൻ പെട്രോൾ പമ്പിൽ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ സ്ഥിരം ഒരു ക്രിമിനൽ സംഘങ്ങളാണോ, സ്ഥിരം മോഷ്ടാക്കളാണോ പിടിയിലായ പ്രതികൾ? തീർച്ചയായും സംസ്ഥാനത്തെ 10 ജില്ലകളിലായി 20 കേസുകളോളം ഉള്ള ആളുകളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതികളെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പെട്രോൾ പമ്പുകളിൽ ആണ് സ്ഥിരമായി ഈ പ്രതികൾ മോഷണം നടത്തി വരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതി ഈ പ്രതികൾ കാണിച്ചിരുന്നുവെന്നും പറയുന്നു. വടക്കാഞ്ചേരിയിലെ മോഷണം നടത്തിയ ശേഷം പരപ്പനങ്ങാടിയിലേക്ക് വരുന്നതിനിടെയാണ് പന്നിയങ്കര പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ലഹരിയിൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് ലഹരിയിലായിരുന്നു പ്രതികൾ ഉള്ളത്. പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ബലപ്രയോഗത്തിനൊടുവിലാണ് പോലീസ് പ്രതിയെ കീഴടക്കുകയും ചെയ്തത്. എന്തായാലും പന്നിയങ്കര പോലീസ് ഈ പ്രതികളെ കുറിച്ചുള്ള തെരച്ചിൽ ആരംഭിച്ചത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു റെയിൽവേ ജീവനക്കാരന്റെ ഒരു ബൈക്ക് ഈ മോഷ്ടിച്ചുകൊണ്ട് പ്രതികൾ പോയിരുന്നു. ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസ് ഈ പ്രതികൾ പോയ വഴിയിൽ തെരച്ചിൽ ആരംഭിച്ചു. അപ്പോഴാണ് പയ്യോളി ഭാഗത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ കയറി അവിടെ 8,000 രൂപയോളം മോഷ്ടിച്ച് പിന്നീട് വടകര ഭാഗത്തുള്ള മറ്റൊരു പമ്പിൽ ഈ പെട്രോൾ അടിച്ച ശേഷം അതിന്റെ പണം നൽകാതെ പോകുന്നു. പിന്നീട് വടകരയിൽ തന്നെയുള്ള മറ്റൊരു ഇടത്തെ ഹെൽമറ്റ് കടയിൽ നിന്നും ഹെൽമറ്റ് മോഷ്ടിച്ചു കൊണ്ടുപോകും. ഇങ്ങനെ ഈ മോഷണ പരമ്പരകളുമായാണ് ഈ റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് മോഷ്ടിച്ചു പോകുന്ന വഴി ഈ പ്രതികൾ പരപ്പനങ്ങാടിയിൽ പോയത്. അതിനുശേഷം പരപ്പനങ്ങാടിയിൽ എത്തുകയും ഈ പൾസർ ബൈക്ക് പൊളിച്ചു വിൽക്കുന്ന ആളുകൾക്ക് നൽകി പൊളിച്ചു വിൽക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് പിന്നീട് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ നിന്നും ഈ എറണാകുളം കൊച്ചി സ്വദേശിയായ ഒരാളുടെ ബൈക്ക് മോഷ്ടിക്കുകയും പിന്നീട് അതുമായി വടക്കാഞ്ചേരിയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ വടക്കാഞ്ചേരിയിൽ ഉറങ്ങിക്കിടക്കുന്ന പെട്രോൾ പമ്പ് ജീവനക്കാരൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അക്കൗണ്ടിനോട് ചേർന്ന് സൂക്ഷിച്ചിരുന്ന 48,000 രൂപ അപഹരിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ ഈ പ്രതികൾ വ്യക്തമായി പതിയുകയും ചെയ്തു. ഇതിനുശേഷം ഈ എറണാകുളത്ത് നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി അപഹരിച്ച പണവുമായി വരുന്ന വഴിയിൽ വെച്ചാണ് പരപ്പനങ്ങാടിയിൽ വെച്ച് ഈ പന്നിയങ്കര പോലീസ് ഈ പ്രതികളെ പിടികൂടുന്നത്. അപ്പോൾ തന്നെ പരിശോധിച്ചപ്പോൾ ഈ വ്യാജ രജിസ്ട്രേഷൻ നമ്പറാണ് ഈ ബൈക്കിനുള്ളതെന്ന് പോലീസ് കണ്ടെത്തി. പിന്നീട് ഈ ബൈക്കിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് പാലക്കാട് വടക്കാഞ്ചേരിയിൽ നിന്നും മോഷണം പോയ എറണാകുളം സ്വദേശിയുടെ ബൈക്കിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുകയും അങ്ങനെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയപ്പോഴാണ് ഈ പ്രതികൾ തങ്ങളാണ് ഈ മോഷണം നടത്തിയത്, ഈ പെട്രോൾ പമ്പിൽ നിന്നും പണം മോഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ ഓരോ കേസുകളും പരിശോധിച്ചാൽ ഇതിലൊരു ആസൂത്രിതമായ കവർച്ചയല്ല. ഇവർ പോകുന്ന വഴികളിലെല്ലാം ബൈക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ബൈക്ക് മോഷ്ടിക്കുക, അങ്ങനെ മോഷ്ടിച്ച ബൈക്കിൽ കവർച്ച നടത്തുക, ഇതാണ് ഇവരുടെ ഒരു പതിവായിട്ടുള്ള രീതി അല്ലേ? തീർച്ചയായും അങ്ങനെ ഒരു പരമ്പരയായ മോഷണം നടത്തുക എന്നതാണ് ഇവരുടെ രീതി. കണ്ണിൽ കാണുന്നതൊക്കെ മോഷ്ടിക്കുക. അതായത് ഈ പന്നിയങ്കര പോലീസ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ബന്ധപ്പെട്ടപ്പോൾ 10 ജില്ലകളിലായി 20 അടുത്ത് കേസുകൾ ഇതിനകം തന്നെ പോലീസിന് കണക്കെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരുപക്ഷെ ഈ കേസിന്റെ എണ്ണം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. പൂർണ്ണമായി ഈ പ്രതികൾ ഈ ബൈക്ക് മോഷ്ടിക്കുന്നു, അതിൽ നിന്ന് 10,000, 10,000, 20,000 രൂപയോ ലഭിക്കുന്നു. പിന്നീട് ഈ പെട്രോൾ പമ്പുകളിൽ പോയി പണം മോഷ്ടിക്കുന്നു. ഈ പണങ്ങളൊക്കെ പൂർണ്ണമായും ലഹരി, ഈ MDMA കഞ്ചാവും വാങ്ങുന്നതിനായാണ് പൂർണ്ണമായും ചെലവഴിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിനോട് പറയുന്നു. പ്രത്യേകിച്ചും ലഹരിയുടെ ഒരു വലിയ പിടുത്തത്തിൽ വരുമ്പോഴാണ് ഇവർ മോഷണം എന്ന ഒരു ത്വര മനസ്സിൽ വരികയും ഓരോ ഇടത്തു നിന്നും നിരനിരയായി മോഷ്ടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതായത് അമിതമായി ലഹരി ഉപയോഗിക്കുമ്പോഴാണ് ഇവർ ഇത്തരമൊരു മോഷണത്തിന്റെ ഒരു ത്രില്ല് ഉള്ളതെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്ന ഒരു ഇടപാടും ഈ പ്രതികൾക്കുണ്ട്. പ്രത്യേകിച്ചും ഈ പരപ്പനങ്ങാടിയിലും മലപ്പുറത്തെയും ഒക്കെ യുവാക്കളായ അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികളെ കൊണ്ടാണ് പലപ്പോഴും ഈ മൊബൈൽ ഫോണുകൾ മോഷ്ടിപ്പിക്കുന്നത്. എന്നിട്ട് അത്തരം മൊബൈൽ ഫോണുകൾ കടകളിൽ
വിൽക്കുകയും അതിൽ നിന്ന് പണം ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഈ കുട്ടികൾക്ക് പണമൊന്നും നൽകില്ല, മറിച്ച് അവർക്ക് കഞ്ചാവും MDMA ഒക്കെ നൽകുന്നു എന്ന ഒരു ഞെട്ടിക്കുന്ന വിവരവും ഈ പ്രതികളെക്കുറിച്ച് പോലീസ് ലഭിച്ചിട്ടുണ്ട്. അക്കാര്യം പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. അതായത് ചെറിയ കുട്ടികളെ കൊണ്ട് ആളുകളിൽ നിന്നും മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുക, അത് പിന്നീട് ഈ പ്രതികൾക്ക് കൈമാറുക, ഈ പ്രതികൾ ഇത് കടയിൽ വിൽക്കുക, എന്നിട്ട് വിറ്റിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു ചെറിയ പങ്ക് എന്ന രീതിയിൽ ഈ കുട്ടികൾക്ക് മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുക. അങ്ങനെ കുട്ടികൾ സ്ഥിരമായി ഒരു മയക്കുമരുന്നിന് അടിമൂലമാകുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുകൊണ്ട് മോഷണം മാത്രമല്ല, ഏറെ ഗൗരവമുള്ള, ഏറെ വിചിത്രമായിട്ടുള്ള ചില കഥകളാണ്, ചില സംഭവങ്ങളാണ് ഇതിൽ നിന്നും പുറത്ത് വരുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ്, അങ്ങനെയെങ്കിൽ ഈ 2 അംഗ സംഘം മാത്രമാണോ ഈ റാക്കറ്റിലുള്ളത്? ഈ ലഹരിക്ക് ഈ രണ്ടുപേരും ലഹരി കേസുകളിൽ ലഹരി പതിവായി ഉപയോഗിക്കുന്നവരാണ്, ലഹരിയുടെ വിൽപ്പനക്കാരാണ്, മോഷണ സംഘങ്ങളാണ്, ക്രിമിനൽ സംഘങ്ങളാണ്. ഒരു വിശദമായി തന്നെ ഈ കേസ് പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ? ഇതിനപ്പുറം വലിയൊരു റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായി പോലീസ് കരുതുന്നുണ്ടോ? തീർച്ചയായും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ ലഭ്യമായ കേസുകളുടെ വിവരങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ 20 കേസുകൾ പ്രതിക്കെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിലും കൂടുതൽ കേസുകൾ ഉണ്ടാവാമെന്ന ഒരു സാധ്യതയാണ് ഉള്ളത്. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഓരോ സ്റ്റേഷനുകളിലെയും എടുത്ത കേസുകൾ ഇനി ഇവർ നടത്തിയ മോഷണങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ കൂടുതൽ കേസുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും പാലക്കാട്ടെ കേസുമായി ബന്ധപ്പെട്ട് പാലക്കാട് പോലീസിന് ഇനി പ്രതികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം ഈ പയ്യോളി സ്റ്റേഷനുമായി ബന്ധപ്പെട്ട അവിടുത്തെ കേസിൽ ഇവരെ പിടികിട്ടിയിട്ടില്ല. വടകരയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ട് പിടികിട്ടിയിട്ടില്ല. പരപ്പനങ്ങാടിയിലെ കേസുകളുമായി ബന്ധപ്പെട്ട് പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ കേസുകളുമൊക്കെ ബന്ധപ്പെട്ട് വളരെ നീണ്ട ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാവും. അവിടേക്കൊക്കെ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടി വരും. അവിടുത്തെ പോലീസിന് പ്രതികളെ കൈമാറേണ്ടി വരും, അല്ലെങ്കിൽ പോലീസിലൂടെ എത്തിച്ച് ചോദ്യം ചെയ്യേണ്ടി വരും. ഇവർക്ക് പിന്നിൽ ഈ സമാനമായ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകൾ കൂടി, പ്രതികൾ കൂടി ഉണ്ടോ എന്ന വിശദമായ പരിശോധന നടത്തും. ഒരു വലിയ സംഘമായാണ് ഇവർ മോഷണവും ഈ ലഹരിയുടെ ഇടപാടുകളും നടത്തുന്നത്. ഇവർക്ക് എവിടെ നിന്നാണ് ലഹരി കിട്ടുന്നത്, ഇവരെങ്ങനെയാണ് കുട്ടികളിലേക്ക് ലഹരി എത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ സമഗ്രമായ അന്വേഷണം തന്നെ നടത്തും. എന്തായാലും അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങും. കേവലം ഒരു മോഷണ കേസിൽ പിടിച്ചപ്പോഴാണ് കാരണം സ്കൂൾ വിദ്യാർത്ഥികളെ പോലും ഈ മോഷണത്തിന് ഉപയോഗിക്കുന്നു, അവർക്ക് ലഹരി നൽകുന്നു. ഈ 2 അംഗ സംഘം അവരിനി പുറത്തിറങ്ങിയാൽ, ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാലും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാം. കാരണം അവർക്കറിയാം ഒരു മോഷണ കേസിൽ പിടിയിലായാൽ പരമാവധി എന്തായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകാൻ പോകുക. ജാമ്യം കിട്ടി പുറത്തിറങ്ങും, പിന്നെ അതിൻ്റെ ശിക്ഷാ നടപടികളിലേക്ക് അല്ലെങ്കിൽ കോടതിയുടെ വിചാരണ നടപടികൾ കടന്ന് പിന്നെ ശിക്ഷ വിധിക്കുമ്പോഴായിരിക്കും പിന്നെ മറ്റ് ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക. പക്ഷേ ഇങ്ങനെ പതിവായി ക്രിമിനൽ കേസുകളിൽ ഏർപ്പെടുന്നവർ, മോഷണവും പിടിച്ചുപറിയും ലഹരി ഇടപാടുകൾ നടത്തുന്നവർ, ഇവർക്കെതിരെ കാപ്പ ചുമത്തി ഇവരെ ജയിലിലടക്കേണ്ടതില്ല. ആ രീതിയിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ അനീഷ്? തീർച്ചയായും അത്തരമൊരു നടപടികളിലേക്ക് പോലീസ് നീങ്ങും. കാരണം ഇപ്പോഴാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച് കടന്നു കളഞ്ഞതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് പയ്യോളിയിലെ കേസും വടകരയിലെ കേസും പരപ്പനങ്ങാടിയിലെ കേസും ഒക്കെ പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് ഈ പ്രതികൾ തന്നെയാണ് പാലക്കാട്ടെ കേസിലും പ്രതികളെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഇടങ്ങളിൽ നിന്നുള്ള കേസുകൾ ഒരുപക്ഷെ ഇനി വരും ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഇടങ്ങളിൽ മോഷണം നടത്തിയതൊന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇവർ നൽകാൻ ഇടയുണ്ട്. അതൊക്കെ കൂട്ടി ഈ കേസുകളുടെ എണ്ണവും കേസുകളുടെ ഒരു വ്യാപ്തിയും ഒക്കെ പരിഗണിച്ച് കാപ്പ പോലുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്താനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. ഒപ്പം ദീർഘനാൾ ഒരുപക്ഷെ ഇവർ ജയിലിൽ തന്നെ തുടരേണ്ടി വരും എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ നടപടികളിൽ നിന്നും, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസുണ്ട്, പാലക്കാട്ടെ വടക്കാഞ്ചേരിയിലെ പെട്രോൾ പമ്പിൽ നിന്നും പണം മോഷ്ടിച്ച കേസുണ്ട്, പയ്യോളിയിലെ കേസ്, വടകരയിലെ കേസ്, അങ്ങനെ നിരവധി കേസുകൾ ഇപ്പോൾ തന്നെ ഇവർക്കെതിരെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നാളുകളെങ്കിലും ഇവർ ജയിലിൽ കഴിയേണ്ടി വരും. സാധാരണഗതിയിൽ മോഷണം നടത്തിയ വളരെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതുപോലെ ഇത്തവണ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒപ്പം ഈ ലഹരി കുട്ടികൾക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതികൾ തന്നെ സമ്മതിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ആ ലഹരിയുമായി ബന്ധപ്പെട്ട കേസിനെ കുറിച്ചും ഇവർക്ക് എവിടെ നിന്നാണ് ലഹരി ലഭിക്കുന്നത്, ഇവരോടൊപ്പം ഈ ലഹരി റാക്കറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവർക്കിനി അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. ടോം. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.